ഹായ് എവരിവൺ, ദിസ് ഇസ് ജെബിൻ സേ ഫ്രം എവിക്ക. ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ എവിക്ക ഫാമിലി ഗ്രോ ചെയ്ത് 10,000 സബ്സ്ക്രൈബേഴ്സ് കിടന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോൾ സപ്പോർട്ട്. നിങ്ങൾ തന്നെയാണ് നമ്മുടെ ചാനലിലെ ഫുൾ സ്ട്രെങ്ത്തും കോറെന്ന് പറയുന്നത്. സോ ഇതേപോലെ ആപ്പിളിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കുറേയധികം പുതിയ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ടിപ്സ് ആയിക്കോട്ടെ, ട്രിക്സ് ആയിക്കോട്ടെ, ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ റിപ്പോർട്ടും ലീക്സും അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് എന്തായാലും ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് ന്യൂസ് ആയിട്ടും റിപ്പോർട്ടായിട്ടും സ്റ്റോറീസ് ആയിട്ടും അവിടെ ലഭിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ആൻഡ് ദിസ് ഇസ് ജെബിൻ സേഫ്യ. വെൽക്കം ബാക്ക് ടു എവിക്ക. നമ്മുടെ ന്യൂസിൻ്റെ ആദ്യത്തെ എപ്പോഴും വരുന്ന സെഗ്മെന്റ് അനുസരിച്ച് അപ്ഡേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.1 ഒരു പുതിയ ബീറ്റ 3 ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പർ ബീറ്റാസും പബ്ലിക് ബീറ്റയും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. iOS മാത്രമല്ല iPadOS, macOS, tvOS എന്നിങ്ങനെ എല്ലാ പുതിയ സോഫ്റ്റ്വെയർസിനും ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ബീറ്റ ടെസ്റ്ററിനാണെങ്കിൽ എന്തായാലും ആ ഒരു ബീറ്റ ചെയ്യാം. കുറേയധികം പുതിയ ഫീച്ചേഴ്സും മാറ്റങ്ങളും ആ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. സോ നമുക്ക് iOS 26 അപ്ഡേറ്റ് ചെയ്തിട്ട് കുറേ പേർക്ക് ബഗ് വരുന്നുണ്ട്. 26 മാത്രമല്ല 26.0.1 എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷനിലും ഇതേപോലെ നല്ല ബഗ് കുറേ പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പേഴ്സണലി എനിക്കും ചില സമയത്ത് സ്റ്റട്ടറിങ്ങും അതോടൊപ്പം ലാഗും ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ പേരുടെ ഡിസ്പ്ലേ അടിച്ചു പോകുന്നുണ്ട്. സോ ഇതിനു വേണ്ടി iOS 26.0.2 എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷൻ, ഒഫീഷ്യൽ അപ്ഡേഷൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത്രയും നാളും ആപ്പിൾ റിലീസ് ചെയ്യാറില്ല. മേ ബി ഈ ഒരു വീക്കിൽ അത് റിലീസ് ചെയ്യുമായിരിക്കും. അങ്ങനെ റിലീസ് ചെയ്താൽ എന്തായാലും നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ചെയ്യാം. അതിൻ്റെ ഫോളോ ബാക്കി കാര്യം എല്ലാം നമുക്ക് ചെയ്യാം. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ iPhone 14 ആണ്, ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ പോലും അവൻ്റെ ഡിസ്പ്ലേ അടിച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഐക്യറിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങളുടെ ഓട്ടത്തിലാണ്. അത് റിപ്പോർട്ടും ബാക്കി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. എങ്ങനെയാണ് ഈ പറഞ്ഞ ഡിസ്പ്ലേ ഒക്കെ അടിച്ചു പോയാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുക, അതിനെപ്പറ്റി ഒരു കറക്റ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. സോ iOSൻ്റെ ഈ പറഞ്ഞ അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ നിലവിൽ നമുക്ക് വന്നിരിക്കുന്നത്. അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പോലെ M5 എന്ന പുതിയ മെമ്പർ നമ്മുടെ ആപ്പിളിലേക്ക് വന്നിരിക്കുകയാണ്. യെസ്, M5 എന്ന് പറഞ്ഞ പുതിയ ചിപ്പ് സെറ്റും അതിൻ്റെ കൂടെ തന്നെ 3 പുതിയ പ്രോഡക്റ്റും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് iPad Proൻ്റെ ഒരു M5 കിട്ടിയിട്ടുണ്ട്, MacBook Proൻ്റെ ഒരു M5 കിട്ടിയിട്ടുണ്ട്, അതേപോലെ വിഷൻ Proൻ്റെ ഒരു M5 കിട്ടിയിട്ടുണ്ട്. ഈ 3 പ്രോഡക്റ്റും M5 വെച്ചാണ് പവർ ചെയ്യുന്നത്. ഇതിൻ്റെ വേറെ സഹോദരന്മാരോ ബാക്കി ആരും ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നല്ല. M5 Proയും M5 Maxും അങ്ങനെ ഒന്നും ആപ്പിൾ കൊണ്ടുവന്നല്ല. സോ ഈ പറഞ്ഞ ഡിവൈസുകൾക്ക് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ നമുക്കറിയാവുന്ന പോലെ AI ആണ് കൂടുതലും ഭരിക്കാൻ പോകുന്നത്. സോ അതിനു വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ആയ കോറും ആക്സിലറേഷനും ന്യൂറൽ ആക്സിലറേഷനും ഈ പറഞ്ഞ ചിപ്പ് സെറ്റിൽ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ iPhone 17 സീരീസിൽ ഈ പറഞ്ഞ AI നല്ല രീതിക്ക് പുഷ് ചെയ്യാനും അതോടൊപ്പം അതിന് വേണ്ട ഫണ്ടമെൻ്റലായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി 17 സീരീസിൽ ചിപ്പ് സെറ്റിൽ ആപ്പിൾ ട്വീക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ M5ലും ആപ്പിൾ ഈ പറഞ്ഞ AIനെ പവർ ചെയ്യാൻ വേണ്ടി ഒരു ട്വീക്കിംഗ് നടത്തിയിട്ടുണ്ട്. സോ ഈ 3 പ്രോഡക്റ്റുകളിലെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാവും. അതോടൊപ്പം US ആൾക്കാർക്ക് ഇപ്പോൾ വിഷൻ Proൻ്റെ M5 ഇപ്പോൾ റിലീസ് ചെയ്ത വിഷൻ Proൻ്റെ ഡെമോ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇതിപ്പോൾ USA ഓൺലി ആണ്. അതുകൊണ്ട് തന്നെ ആപ്പിൾ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ബുക്ക് ഡെമോ എന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് M5 എന്ന പുതിയ പ്രോഡക്റ്റ് ഡെമോ ചെയ്ത് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു വിഷൻ Proൻ്റെ ഫുൾ പുതിയ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓൺലി ഇൻ USA. സോ US കൂട്ടർക്ക് ഈ ഒരു ന്യൂസ് ഇപ്പോൾ തന്നെ എല്ലാവരും ഷെയർ കൊടുക്കുക. അവരും അറിയട്ടെ, ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതേപോലെ അക്രോസ് നമ്മുടെ ലോകത്തുള്ള എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. അതായത് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ആപ്പിൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, തിരിച്ചു വന്ന് നമ്മുടെ വീഡിയോ കാണുക. ആപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും അധികം വരുന്ന ഒരു മുഖമാണ് ഈ പറഞ്ഞ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ എപ്പോഴും നമ്മളൊരു ഐഡിയലായിട്ട് വെക്കാറുണ്ട്. കുറേയധികം പ്രശ്നങ്ങൾ വന്നപ്പോഴും അതിനെ ഓവർകം ചെയ്ത് ഇപ്പോൾ കാണുന്ന ഈ ഒരു ആപ്പിളിനെ ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസും എല്ലാം വന്നത് ഈ ഒരു പുള്ളിക്കാരൻ്റെ. ഈ പുള്ളി സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കിയ ഒരു അവസ്ഥയൊക്കെ സ്റ്റീവ് ജോബ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം 2026 US $1 പെനി ഇല്ലേ, അതായത് ഒരു കോയിൻ,
ആ ഒരു $1 പെനിയിൽ ഈ പറഞ്ഞ സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു എന്താ പറയുക ചിത്രം, അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സിൻ്റെ പേരിലാണ് ആ ഒരു $1 കോയിൻ വരാൻ പോകുന്നത്. നമുക്ക് പ്രസിഡന്റ് ഈ പറയുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആയിക്കോട്ടെ, എബ്രഹാം ലിങ്കൺ ആയിക്കോട്ടെ US ഡോളേഴ്സിലൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സെക്ടർ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു നമ്മുടെ ഈ പറഞ്ഞ എന്തെങ്കിലും ഫ്രീഡം ഫൈറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഈ പറയുന്ന കോയിനിലോ ഡോളറിലോ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഇന്ന ഹിസ്റ്ററി ഉള്ളതുകൊണ്ടാണ് വന്നിരിക്കുന്നത് വെച്ചാൽ. പക്ഷേ അതായത് ടെക്നോളജി ഇത്രമാത്രം ആൾക്കാരിൽ കൊണ്ടുവരാനും ആൾക്കാരെ ഇത്രമാത്രം അത് പുഷ് ചെയ്യാനുമുള്ള ഒരു വലിയൊരു സോഴ്സ് ഈ പറഞ്ഞ സ്റ്റീവ് ജോബ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന ഒരു കോയിനിൽ ഈ പറയുന്ന സ്റ്റീവ് ജോബ്സിൻ്റെ പടം വെച്ച് ഈ പറഞ്ഞ കോയിൻ ഗവൺമെൻറ് റിലീസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കോയിൻ ഇപ്പോൾ 2026 തൊട്ട് US വരും എന്ന് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആപ്പിൾ കൂട്ടുകാർക്കും F1 ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ F1 ഇഷ്ടമുള്ള കൂട്ടുകാർക്കും ഒരു സന്തോഷ വാർത്ത ഉണ്ട്. 2026 മുതൽ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ ആപ്പിൾ TVയിലേക്ക് F1 ബ്രോഡ്കാസ്റ്റ് ചെയ്യും. സോ എല്ലാ ആപ്പിൾ യൂസേഴ്സിനും ഇനി മുതൽ ആപ്പിൾ TVയിലൂടെ നിങ്ങൾക്ക് F1 കാണാൻ പറ്റും. ഈ ഒരു ആപ്പിൾ TVയുടെ കാര്യം പറഞ്ഞപ്പോൾ ആപ്പിൾ TV Plus എന്ന് പറഞ്ഞ പേര് ഒന്ന് റീബ്രാൻഡ് ചെയ്ത് ആപ്പിൾ ഒന്ന് പുതുക്കിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, ആപ്പിൾ TV. യെസ്, ആപ്പിൾ TV Plus എന്ന് പറഞ്ഞ പേര് ജസ്റ്റ് മാറ്റി, പ്ലസ് മാറ്റി ആപ്പിൾ TV എന്നാക്കി. അപ്പോൾ എനിക്ക് ഡൗട്ട് എന്താ അറിയാമോ, ആപ്പിൾ TV സെറ്റപ്പ് ബോക്സിൽ ആപ്പിൾ TV വെച്ചുകൊണ്ട് നമ്മൾ ആപ്പിൾ TV കോണ്ടന്റ് കാണുന്നു. ടു മച്ച് കൺഫ്യൂഷൻ മല്ലയ്യ. അങ്ങനത്തെ ഒരു പേരിലേക്ക്, ഒരു കൺഫ്യൂസിങ് പേരിലേക്കാണ് ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നത്. കൺഫ്യൂസിങ് പേരല്ല, ഒറ്റ പേരേ ഉള്ളൂ, ആപ്പിൾ TV. സോ ആപ്പിൾ TV എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് ബോക്സിനും ആപ്പിൾ TV എന്ന പേര്, ആപ്പിൾ TVയുടെ വെബ്സൈറ്റിനും ആപ്പിൾ TV എന്ന പേര്, ആപ്പിനും ആപ്പിൾ TV എന്ന പേര്, ആപ്പിൾ TVയുടെ സ്പെഷ്യൽ കോണ്ടന്റും സ്പെഷ്യൽ സീരീസിനും ആപ്പിൾ TV എന്ന പേര്. ആപ്പിൾ TV Plus ഇല്ല. സോ മൊത്തത്തിൽ ആപ്പിൾ TV മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് വരും. നിങ്ങളുടെ അഭിപ്രായം തൊട്ട് അത് കമൻറ്റ് ചെയ്യും. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത്, നമുക്കിടെ റിപ്പോർട്ട് അനുസരിച്ച് മാർക്ക് ഗർബൻ പറയുന്നത് അടുത്ത കൊല്ലം ഒരു ഹോം പാഡ് 7 ഇഞ്ചിൻ്റെ ഒരു ഹോം പാഡും അതിനുശേഷം 2027 9 ഇഞ്ചിൻ്റെ ഒരു ഹോം പാഡും ലഭിക്കുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. സോ കുറേ നാളായി ഈ പറഞ്ഞ ഹോം പാഡ് റിലീസാവും എന്ന് പറയുന്നത്. ഹോം പാഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഹോം പോഡിൽ ഒരു ചെറിയൊരു ഡിസ്പ്ലേ, നമ്മുടെ ഐപാഡിൻ്റെ ഒക്കെ പോലെ ഒരു ചെറിയ ഡിസ്പ്ലേ കൊടുത്ത് ഹോം സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഹോം ആക്സസറീസ് നമുക്ക് കൺട്രോൾ ചെയ്യാനും ആയിട്ടാണ് ഈ പറഞ്ഞ ഹോം പാഡ് ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത്. വേറെ യാതൊരു വ്യത്യാസവും ഈ പറയുന്ന ഹോം പോഡും ഹോം പാഡുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഡിവൈസും കൂടെ റിലീസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് നമ്മുടെ എവിക്ക കമ്മ്യൂണിറ്റിയിൽ പുതിയൊരു വാൾപേപ്പർ റിലീസ് ചെയ്യുന്നുണ്ട്. എല്ലാ വീക്കിലും ഇതേപോലെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ പുതിയ വാൾപേപ്പർ അപ്ലോഡ് ചെയ്യും, അതോടൊപ്പം അപ്ഡേറ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് റെഗുലറായിട്ട് ഏറ്റവും നല്ല വാൾപേപ്പർ, ഇപ്പോൾ iOS 26 നല്ല ഡെപ്ത് വാൾപേപ്പർ ഇടാൻ പറ്റും. അങ്ങനത്തെ ഓരോ വാൾപേപ്പേഴ്സും ഉണ്ടെങ്കിൽ നമ്മുടെ എവിക്കയുടെ കമ്മ്യൂണിറ്റിയിൽ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഫോളോ ചെയ്താൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അതോടൊപ്പം വാൾപേപ്പറും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഈ ഒരു പുതിയ ന്യൂസ് വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതുതന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങൾ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്, ഈ ഒരു 10K ഫാമിലി നമുക്ക് എത്രയും വേഗം ഒരു 1 lakh ഫാമിലി ആക്കണം. അതിനുശേഷം നമുക്ക് 10 lakh ആക്കണം. അങ്ങനെ 1 crore വരെയൊക്കെ നമ്മുടെ ഈ ഒരു എവിക്ക ഫാമിലി നല്ല രീതിക്ക് പെട്ടെന്ന് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടർക്കും ഈ ഒരു ചാനൽ ഷെയർ കൊടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എവിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.